കൊല്ലം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സാധാരണ ഒരു മാൻ മിസ്സിംഗ് കേസായിരുന്നു വിജയലക്ഷ്മിയുടേത്. അന്വേഷണം അവസാനിച്ചും തോന്നിയിടത്തു നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് കൊലപാതകത്തിൻ്റെ ചുരുൾ ഒന്നൊന്നായി അഴിച്ചത്. ഈ മാസം 11 ലഭിച്ച പരാതിയിൽ എഫ്ഐആർ ഇട്ട് തുടങ്ങിയ അന്വേഷണം കരുനാഗപ്പള്ളി പോലീസിന് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടെന്നറിഞ്ഞതോടെ 3 സംശയങ്ങളായി പോലീസ് സംഘത്തിന്. എങ്ങനെ ഫോൺ എറണാകുളത്തെത്തി? എന്തിന് ഫോൺ ഉപേക്ഷിച്ചു? വിജയലക്ഷ്മി എവിടെ? കോൾ ഡീറ്റെയിൽസ് ലഭിച്ചതോടെ ഇതിന് പലതിനും ഉത്തരം ലഭിച്ചു. 3 പേരിലേക്ക് അന്വേഷണം നീണ്ടു. ഒടുവിലത് ജയചന്ദ്രനിലേക്കെത്തി. എന്നാൽ ജയചന്ദ്രൻ പോലീസ് അന്വേഷണത്തോട് സഹകരിച്ചില്ല. പോലീസിനോട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിജയലക്ഷ്മിയെ കാണാതായ ദിവസം ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിലുണ്ടെന്നുറപ്പിക്കുന്ന തെളിവ് ലഭിച്ചതോടെ പോലീസ് നടപടികൾ വേഗത്തിലാക്കി. ശക്തികുളങ്ങരയിൽ നിന്ന് ജയചന്ദ്രനെ തന്ത്രപരമായി പിടികൂടിയ പോലീസ് ഇയാളുടെ പേഴ്സിൽ നിന്ന് എറണാകുളം യാത്ര നടത്തിയ ബസ് ടിക്കറ്റും കണ്ടെടുത്തു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പോലീസ് ചോദ്യം ചെയ്യലിൽ ജയചന്ദ്രന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി. ആർ അരുൺരാജ്, 24, കൊല്ലം.